ആന്റണി എം പി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ ആന്റണി, ഇപ്പോൾ പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ വാർത്ത എന്നുള്ളത് BJP-യിൽ നിന്നും കാപ്പ ചുമത്തപ്പെട്ട ഒരു യുവാവിനെ ഇപ്പോൾ CPM-ലേക്ക് എടുത്തിരിക്കുന്നു. ശരൺ ചന്ദ്രൻ ഇപ്പോൾ കുറ്റവാളിയല്ല. RSS-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് കാപ്പ ചുമത്തിയത്. ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തെത്തി. ഇനി ഇയാൾ ക്ലിയർ ആണ് എന്നാണ് ഇപ്പോൾ പാർട്ടി KP ഉദയഭാനുവിന്റെ പ്രതികരണം. കോൺഗ്രസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ശരൺ ചന്ദ്രൻ ആരാണെന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? അല്ല, ഇതില് പത്തനംതിട്ടയിൽ ഇതൊരു വാർത്തയൊന്നുമല്ല. കാരണം ഇവിടുത്തെ ക്രിമിനലുകൾക്കെല്ലാം ചെന്ന് ചേരാവുന്ന ഒരു ഇടത്ത് ചെന്ന് ചേർന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇത് വാർത്തയൊന്നുമല്ല. കാരണം ഇവിടെ മയക്കുമരുന്ന് കച്ചവടക്കാരും മാഫിയകളും എല്ലാം സംഭടിച്ചിരിക്കുന്ന കേന്ദ്രം അത് തന്നെയാണ്. അവർക്കൊക്കെ ഈ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പും മറ്റു കോളേജ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം അന്ന് പോയി അവിടെ വോട്ട് ചെയ്യാൻ വരുന്നവരെ മർദ്ദിക്കാനുള്ള ഇടക്കാല ജോലി വേറെ കൊടുക്കും. അല്ലാത്ത സമയം ഇവരൊക്കെ CPM-ന്റെ അനുഭാവികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പത്തനംതിട്ടയെ സംബന്ധിച്ചൊരു വാർത്തയൊന്നുമല്ല. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടായി. നാളെ അവരെ മന്ത്രിയോ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ആരും ഒന്ന് സ്വീകരിച്ചോട്ടെ. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതേ സംബന്ധിച്ച് ഇതൊരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം സ്ഥിരം അവർ ചെയ്യുന്ന പരിപാടിയുടെ ഒരു പാർട്ടായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ എടുക്കുന്നുള്ളൂ.